വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ബ്രോ. ഇതുവരെ കണ്ടില്ല, ഇതുവരെ കാണാത്തൊരു പുതിയ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണ് ബ്രോ കാണിക്കുന്നത്. 2040 കാണിക്കുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ മുമ്പോട്ടുള്ളതാണ് കാണിക്കുന്നത്. പുതിയൊരു അനുഭവം തന്നെയാണ്. ആണ് ഇതുവരെ കണ്ടില്ലാത്ത ടൈപ്പ് ഓഫ് തീമിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. കൊള്ളാം. വേറിട്ടൊരു രീതികളിലാണ് എല്ലാവരും വന്നേക്കുന്നത്. അതുകൊണ്ട് ലാഗായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. ഇത് എന്താ പറയുക, ഇതുവരെ കണ്ടുള്ള ടൈപ്പ് ഓഫ് അല്ല. ഇഷ്ടപ്പെടാതിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും കുഴപ്പമില്ല. അവരുടെ ആ ഒരു വീഡിയോ എടുത്തു വെച്ചേക്കുന്ന രീതികളൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, ഒരു മൂവി കേട്ടോ, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കണ്ടു. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഗണേഷ്, അജു വർഗീസ്, ഗോകുൽ കൃഷ്ണയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരു സയൻസ് എന്താ പറയുക, ഒരു ഏലിയൻസ് വരുന്നു മനുഷ്യരുടെ ഇടയിൽ, ആ നടക്കുന്ന ഒരു രസകരമായ സംഭവങ്ങളൊക്കെ സിനിമ എൻഗേജാണ്. ഇതുവരെ കാണാത്ത ഫുൾ സ്ക്രീന്, ഹാഫ് സ്ക്രീന്, അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമ ഇന്നവരെ ഇതേപോലെ ഒരു സിനിമ ഉണ്ട്. നല്ല ഡയറക്ഷൻ, കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇടയ്ക്ക് ഒരു ഏലിയൻസ് വരുന്നു, അത് സംഭവമായിട്ട് കിടക്കുന്ന ഒരു സയൻസ് മൂവി, കോമഡി ഡ്രാമ. അജു വർഗീസ് ഒന്നും ഒരു രക്ഷയില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗണേഷ് കുമാർ, ഗോകുൽ, അജു വർഗീസ് പിന്നെ സ്ക്വയർ ചെയ്ത്, പിന്നെ അനാർക്കലി അടിപൊളിയായിട്ടുണ്ട്. നല്ല സീനാണ്, നല്ല ഒരു കണ്ടിരിക്കുക, വ്യത്യസ്തമായ ഒരു ചിത്രം കേട്ടോ. കേരളം കാണിക്കുന്നത് അത് നല്ല ഒരു എന്താ പറയുക, അത് കൂടുതൽ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് പ്രേക്ഷകർ. തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നത്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇതാണ് മിസ്സാകരുത്, പടം ഒരിക്കലും മിസ്സാകരുത്. നല്ലൊരു കോമഡി. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഗണേഷിൻ്റെ ഒരു പെർഫോമൻസ് ആണിത്.